എന്തുകൊണ്ടാണ് മണികണ്ഠൻ എന്ന് ചോദിച്ചാൽ അദ്ദേഹം മാത്രമാണ് ഈ ദേവതാ വർഗത്തില് മണിയായിട്ട് കണ്ഠത്തിൽ നിർത്തി ധ്യാനം ചെയ്തത്. അതുകൊണ്ട് ആണ് ആ പേര് വന്നത് മണികണ്ഠനാണ്. ശരയോഗത്തിന്റെ പ്രയോഗം കൊണ്ടാണോ ഈ സിദ്ധന്മാർക്ക് ഈ സിദ്ധികൾ ഉണ്ടാകുന്നത്? അതെ, മൂലമത് എഴുന്തതാനാൽ സിദ്ധികൾ ലഭ്യമാണ്. ഒരു മൃഗത്തെ കാണുമ്പോൾ ഞാനാ വലിയവനെന്ന് ചിന്ത വരണം, അതല്ലെങ്കിൽ അത് നമ്മളടിച്ചിട്ട് പോകും. ഒരു മനുഷ്യനെ കാണുമ്പോൾ ഞാനാ ചെറിയവനെന്ന് കാണും. ഇങ്ങനെ നമ്മൾ ജീവികളിലും മനുഷ്യനുമായിട്ട് ഇടപെട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ ശരയോഗം പഠിച്ചാൽ എന്തോ ഗുണം? ശ്വാസത്തെ അറിഞ്ഞുകൊണ്ട് ഈ പ്രകൃതിയെ നിങ്ങൾ സൂക്ഷിച്ചാൽ നിത്യമായ ഒരു ആനന്ദത്തിലേക്ക് പോകാൻ പറ്റും. ഈ ഭൂമിക്കടിയിൽ ഒരു 600 കിലോമീറ്ററിന് താഴോട്ടെടുത്താൽ നമ്മുടെ ഈ ഭൂമിക്കടിയിൽ സ്പോഞ്ച് പോലെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. തിയറി പറയുന്നത് ഭൂമിയുടെ ഭൂഗർഭം എന്ന് പറയുന്നത് ചൂടുള്ള ലാവ ഉരുകി കിടക്കുന്നു. അതെ, അത് തന്നെയാണ്. അതിൻ്റെ അടിയിൽ ഇരിപ്പുണ്ട് വെള്ളം, അല്ലെങ്കിൽ ലാവ അവിടെ നിൽക്കില്ല. സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്ന 3 ശരീരങ്ങളെ നമ്മുടെ ആത്മാവിരിക്കുന്ന ആ യോഗ ശരീരത്തിലേക്ക് ലയിപ്പിച്ചിട്ട് അതുവഴി ആത്മശരീരത്തിലേക്ക് കടന്നാൽ നിങ്ങൾക്ക് പരകായം ചെയ്യാൻ പറ്റും. ആ ശുചിന്ദ്രത്തെ തേര് ഒരു 1.5 അടി 2 അടി അനങ്ങി എന്നാ പറയണത് തന്നെത്താനെ. ആ തേര് എപ്പോൾ അനങ്ങുമോ, അപ്പം അത് എപ്പോൾ മൂവ് ആവുമോ കടലിലേക്ക് അങ്ങ് പോകും. അന്ന് ലോകം നശിക്കുമെന്നൊരു റെക്കോർഡ് തന്നെ ഇരിപ്പുണ്ട്. പശു എന്ന ജീവനെ പതി എന്ന ശിവൻ തൻ്റെ നാദെന്ന ചരടിൽ കെട്ടി നിർത്തി സംരക്ഷിക്കുന്നതിൻ്റെ പേര് പശുപതി. നമ്മൾ വിശ്വാസവും ഉറപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ശരവും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഈ ശരയോഗത്തെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ശരനൂൽ എന്നൊരു വാക്കൂടെ വരുന്നത്. എന്താ ശരനൂൽ? ഓക്കെ, ജ്ഞാനശരനൂൽ. അതായത് നൂലെന്നാൽ ഗ്രന്ഥം, ജ്ഞാനം. നമ്മൾ പഠിച്ചില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കാര്യത്തെക്കുറിച്ച് അറിയുന്ന ഒരാൾക്ക് തൻ്റെ ജ്ഞാനത്താൽ ശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കാര്യങ്ങളെ നേടാമെന്ന് പഠിപ്പിക്കുന്ന ഒരു ടെക്സ്റ്റാണ്. അതായത് അത് വേറൊരു പുസ്തകം. ഇതിൻ്റെ ഒരു പാർട്ടാണ്. തുടക്കം ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ അതിനകത്ത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കത് ഒരു ഒരു ദിവസം കൊണ്ടൊക്കെ അത് പഠിച്ചു തീർക്കാമെന്നുള്ളൊരു സബ്ജക്റ്റാണ്. കാരണം അത്രയും സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇടനാസികയിൽ ശ്വാസം ഇരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാം. അപ്പോൾ ഇടനാസികയിൽ ശ്വാസം ഇരിക്കുമ്പോൾ എൻ്റെ മുമ്പ് ഇരിക്കുന്ന പറയുന്ന ആൾ പറയുന്നത് സത്യമാണോ കള്ളമാണോ, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കതിനെ ഉപയോഗിക്കാൻ പറ്റും. അതിനൊരു ബേസിക് ഉണ്ട്, അത് ജ്യോതിഷം പോലെ ബേസ് ചെയ്തിരിക്കുന്നത്. അതാണ് ശരനൂൽ. അപ്പോൾ ഈ ശരയോഗത്തിനകത്ത് നമ്മുടെ സ്വന്തം ശ്വാസത്തിനെ നിയന്ത്രിക്കുന്ന രീതിയിലേ നമ്മൾ പഠിക്കുന്നത്. അപ്പം ശ്വാസത്തെ നിയന്ത്രിക്കുമ്പോൾ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? അതായത് ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടാതിരിക്കണോ, എങ്ങനെയാണ് അത് ഉദ്ദേശിച്ചത്? അതായത് ഫസ്റ്റ് ഇതിൻ്റെ നമ്മൾക്ക് ട്രെയിനിങ് എന്ന് പറയുന്നത്, ശരയോഗം പഠിപ്പിക്കുന്നത് ആദ്യം ശ്വാസത്തെ അറിയണം. അവനവൻ്റെ ഉള്ളിൽ കൂടെ ഓടുന്ന ഉദാഹരണം. അതെ, ഇപ്പം നമ്മൾ ജീവിക്കുന്നത്, ഞാൻ പുരുഷൻ, പുറത്തുനിന്ന് വെളിയിൽ അകത്തേക്ക് വരുന്നത് സ്ത്രീ. ഇതാണ് കൺസെപ്റ്റ്. അപ്പോൾ ഈ സ്ത്രീ പുരുഷ സംഗമം ആദ്യം ഉണ്ടാകണം. നമുക്ക് 5 വിധമായ ശരീരങ്ങളുണ്ട്. നമുക്ക് പറഞ്ഞത് എല്ലാവരും പഠിപ്പിച്ചിരിക്കുന്നത് 3 ശരീരത്തെക്കുറിച്ചാണ്: സ്ഥൂലമെന്നും സൂക്ഷ്മമെന്നും കാരണമെന്നും. നമുക്ക് 5 കോശങ്ങളുണ്ട്: അന്നമയ കോശം, പ്രാണമയ കോശം, മനോന്മയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഈ 5 കോശങ്ങളിൽ നിന്ന് പറഞ്ഞാൽ കോശം എന്നാൽ ഉറ എന്നാണ്. നിങ്ങൾക്ക് 5 ഉറകളുണ്ടെങ്കിൽ അതിനകത്തിട്ട് 5 കത്തിയും കാണും, അല്ലേ? അപ്പോൾ ഈ 5 കത്തി എന്താ? 5 ശരീരമുണ്ട്. അത് 1 സ്ഥൂല ശരീരം, 2 സൂക്ഷ്മ ശരീരം, 3 കാരണ ശരീരം, 4 യോഗ ശരീരം, 5 ആത്മശരീരം. ഈ 5 ശരീരങ്ങൾ 5 ഉറക്കാത്തായിരിക്കും. അപ്പൊ ആദ്യം നിങ്ങൾ സ്ഥൂല ശരീരത്തെ എടുക്കുമ്പോൾ പുറത്തുനിന്ന് അകത്തേക്ക് വരുന്ന ശക്തി എന്ന ഈ ശ്വാസത്തെ ശിവനുമായിട്ട് ലയിപ്പിക്കണം, ജീവനുമായിട്ട് ലയിപ്പിക്കണം. മൂലാധാരത്തിൽ ഇരിപ്പുണ്ട് ജീവൻ. അപ്പൊ ആ ജീവനുമായിട്ട് ആദ്യം നമ്മൾ കണക്ട് ചെയ്യണം. ആ കണക്ഷനെയാ എന്ത് ചെയ്യുന്ന ആദ്യം പഠിക്കേണ്ടത്. അതിന് ശ്വാസം എവിടേക്ക് പോകുന്നു? ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, ആധുനിക വൈദ്യശാസ്ത്രം എല്ലാവരും പറയുന്നു അബ്ഡോമിനൽ ബ്രീത്തിങ്, കൊച്ചിനെ പോലെ ബ്രീത്ത് ചെയ്യണം. സന്തോഷമാണ്, അത് ബ്രീത്തിങ് അവിടെ നടക്കും, നമ്മൾ ചെയ്യേണ്ട. നമ്മളിതിനെ വയറിലെടുത്ത് കൊടുക്കണമെന്നിട്ട് കേട്ട ശ്വാസം നിങ്ങൾ നെഞ്ചിലെടുത്താലും ഡയഫ്രം വികസിക്കും. ഇത് വയറിൽ തന്നെ കൊടുക്കണ്ട. വയറിൽ ആവശ്യമില്ലാതെ ശ്വാസം കൊടുത്താൽ ഗ്യാസ് ട്രബിൾ കയറിയിട്ട് പാടുപെടാം. ശ്വാസത്തെ നെഞ്ചിലെടുത്ത് പഠിക്കണം. അതിനാദ്യം ശ്വാസം എന്താണ്, അത് എങ്ങനെയാണ് ഉള്ളിലേക്ക് വരുന്നതെന്ന് അറിയണം. അതിന് ബേസിക് ക്രിയ ശ്വാസത്തെ ശ്രദ്ധിക്കൽ എന്ന ക്രിയ. നാളെ നിങ്ങൾക്കും ചെയ്യാം. ഒരു ഇടത് നാസിക എന്ന് പറയുന്ന ഈ നാസികയിലൂടെ ഒരു ശ്വാസത്തെ എടുത്തിട്ട് വിറ്റ് ഇങ്ങനെ എടുക്കുക,
ഈ ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ഒരു പ്രാവശ്യം നമ്മൾ എടുത്ത ശ്വാസത്തെ കെട്ടി നിർത്തരുത്, നിർത്താൻ പറയുന്നേ ഇല്ല. ശ്വാസം എടുത്ത് നമ്മളൊരു ട്യൂബിനകത്ത് പോലെ ടാങ്കിൽ നിന്ന് വെള്ളം പുറത്തേക്ക് കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരും? ഒരു പൈപ്പ് ഇട്ടുള്ളൂ. ഒരു പൈപ്പ് ഇട്ട് ചുമ്മാ വെച്ചാൽ വരില്ല വെള്ളം. ഇങ്ങനെ വായിൽ വെച്ചിട്ട് പൈപ്പ് ഒന്ന് വലിച്ചിട്ട് വിട്ടേ വെള്ളം ഓടി വരും. അതുപോലെ ശ്വാസത്തെ വലിച്ചിട്ട് അങ്ങനെ ആ ശ്വാസത്തെ വലിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം ആ ശ്വാസം എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് ഈ ശ്വാസത്തെ എവിടത്തെ നമുക്ക് നിർത്തണമെന്ന് പഠിക്കണം. അപ്പോൾ എവിടെ നമുക്ക് നിർത്താൻ പറ്റുമെന്ന് അപ്പം മനസ്സിലാവും. ശരീരത്തിനുള്ളിൽ എവിടെയൊക്കെ നിർത്തണം. കാരണം ചക്രം മാത്രമല്ല, ഒരുപാടുണ്ട്. അതായത് അതിനെ ആ മർമ്മശാസ്ത്രത്തിൽ പറയുന്നത്, മർമ്മശാസ്ത്ര കാളയനും പുരവിയനും വാശിയനും ശരമനും ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് ഒരു പാട്ടിൽ. എന്തിനെന്ന് ചോദിച്ചാൽ ഇതെല്ലാം നമ്മുടെ പോയിന്റ്സിൽ നിൽക്കും. അപ്പോൾ ആ പോയിന്റുകൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ചുരുളുകളും പൊയ്കകളും പിരിന്ത ഇടങ്ങൾക്ക് വർമ്മം എൻ്റെ പേര് കാഴ്ച. ഒരു രണ്ട് ഞരമ്പുകൾ നമ്മൾ ചുരുണ്ടിരുന്നിട്ട് അത് പിരിയുന്ന സ്ഥലത്തൊരു മർമ്മം ഉണ്ടായിരിക്കും. മർമ്മം എന്ന് പറഞ്ഞാൽ രഹസ്യം എന്നാ. ഓക്കെ. പക്ഷെ ഇനി അതിൻ്റെ പേര് വർമ്മ എന്ന് പറയും. അതായത് വറൈ പൊരുൾ ഏന്തിയതേ വർമ്മ മാച്ചു. വറൈ പൊരുൾ എന്ന് പറഞ്ഞാൽ നശിക്കാൻ പോകുന്ന ഒരു എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലം അതാ. അപ്പൊ നിങ്ങൾ എടുക്കുന്ന ഒരു ശ്വാസം, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന ഷുഗർ, കൊളസ്ട്രോൾ, കൊഴുപ്പ് ഇതെല്ലാം നീക്കപ്പെട്ട എവിടെ വന്നിരിക്കും? നമ്മുടെ ജോയിന്റുകളിൽ അവിടെ എവിടെയോ ആണ്. അപ്പൊ അതിലിരിക്കുന്നത് പോലെ നമ്മുടെ ശ്വാസത്തെയും കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലങ്ങളാ ഈ മർമ്മ. അപ്പൊ അതിൽ നിന്ന് എടുക്കാൻ പഠിക്കണം പിന്നെ. അപ്പൊ അത് എവിടെ കൊണ്ടുവച്ചാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം. ഉദാഹരണത്തിന് ഹൃദയത്തിന്റെ ആയുസ് തീരുമ്പോഴാ ശരിക്കും പറഞ്ഞാൽ തലച്ചോറിന് മരണമില്ലാത്തൊരു അവയവം തലച്ചോറ് എന്ന് പറയുന്നത്. പക്ഷേ അത് എന്താ ഡെഡാവുന്നതെന്ന് ചോദിച്ചാൽ ഹൃദയം വീക്കാവുമ്പോഴാണ്. അപ്പം ജോലി കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആവും. അപ്പോൾ ആ തലച്ചോറ് പ്രവർത്തിക്കണമെങ്കിൽ ഹൃദയം അത്യാവശ്യമാണ്. ആ ഹൃദയത്തെ പ്രവർത്തിപ്പിക്കുന്നത് ശ്വാസമാണ്. അപ്പോൾ ശ്വാസത്തെ കറക്റ്റായിട്ട് ഹൃദയത്തിലേക്ക് ഉപയോഗിക്കാൻ പഠിച്ചാൽ അത് കറക്റ്റായിട്ട് നിങ്ങളുടെ ആയുസ്സിനെ നിർത്താൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയറായ കാര്യം. അപ്പോൾ സിമ്പിളായിട്ട് എന്താ പറയുക, ശരയോഗത്തെക്കുറിച്ച് ചോദിക്കുന്നവർക്ക് ഒരു കാര്യസാധ്യം എന്ന് പറയും നമ്മൾ. ഈ ശരയോഗം പഠിച്ചാൽ എന്തോ ഗുണം? നല്ല ചോദ്യമാണ്, വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇങ്ങനെ ചോദിക്കണം, ചോദിച്ചാലേ മറുപടി വരുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ശരയോഗം കൊണ്ട് എന്താ ഗുണമെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ലോകത്ത് എന്തിനാ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ലോകത്ത് എന്തും നേടാൻ പറ്റും. നിങ്ങൾക്ക് എന്തിപ്പോൾ നാളെ നിങ്ങൾക്ക് പ്രധാനമന്ത്രിയാകണമെങ്കിലും ആകാം. പക്ഷേ എന്തു വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ വിശ്വാസവും ഉറപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ശരവും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ശരം എൻ്റെ ഉള്ളിലേക്ക് വന്നു പോകുന്നു, ഞാനിവിടെ ലൈവിൽ ഇരിപ്പുണ്ട് അല്ലേ. അപ്പം എന്നാൽ ഈ ശരത്തെ വെച്ച് അത് ചെയ്യാൻ പറ്റുമെന്ന് ഉറയ്ക്കുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും അത് സാധിക്കും. പരിശീലനം കൊണ്ട് തെളിയണമെന്നാണോ ഉദ്ദേശിച്ചത്? പരിശീലനം കൊണ്ട് തെളിയുന്നത് മാത്രമല്ല, അത് ഒന്നാമത്തെ പാഠം. ഇപ്പൊ ഞാനും ലൈവിൽ ഇരിക്കുന്നു എന്നുള്ള ഉറപ്പല്ലേ എൻ്റെ. അപ്പൊ ഇതിന് മാറ്റം വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഞാനിവിടെ ലൈവിലുണ്ട്, അപ്പൊ എനിക്കിത് സാധിക്കുമെന്ന ഉറപ്പ്. നമ്മൾ അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്. നമുക്കത് ആദ്യം വാശി വേണം. വാശി തിരിന്താൽ ശിവമാകും. എന്താണോ ഉള്ളിലേക്ക് നമ്മൾ എടുത്തത് അത് വാശി, അതിനെ നിങ്ങൾ തിരിച്ചാൽ ശിവമാകും. അപ്പൊ നിങ്ങൾ തന്നെ ദൈവം എന്ന കൺസെപ്റ്റിലേക്ക് മാറും. നിങ്ങൾക്ക് എന്തിനേയും ചെയ്യാൻ പറ്റുമോ. അപ്പൊ അതിന് സിമ്പിളായിട്ടുള്ളൊരു കാര്യം, അതിന് ദൈവം ഇല്ല എന്നല്ല. ദൈവം ആർക്കും എന്തെങ്കിലും വന്ന് ചെയ്തു തരുമെന്ന് കേട്ടില്ല. അതൊരു സൂപ്പർ പവർ. നമ്മളിപ്പോൾ ഈ 18 സിദ്ധന്മാരുടെ കാര്യം പറയുമ്പോൾ സിദ്ധികളെ കുറിച്ച് പറയാറുണ്ട്. ഓക്കെ. ഈ ശരയോഗത്തിന്റെ പ്രയോഗം കൊണ്ടാണോ ഈ സിദ്ധന്മാർക്ക് ഈ സിദ്ധികൾ ഉണ്ടാകുന്നത്? അതെ. അതായത് നമ്മൾ പറയുന്നത് മൂലാധാരമെന്ന് മൂലമത് എഴുന്തതാനാൽ സിദ്ധികൾ ലഭ്യമാണ്. അതായത് ഒരു മൂലാധാരം ആക്ടിവേറ്റ് ആയാൽ കുണ്ടലിനി അല്ല അതിൻ്റെ വിഷയം. മൂലാധാരം ഒന്ന് ആക്ടിവേറ്റ് ആക്കണം. ഇപ്പോൾ 10 സിമ്പിളായിട്ട് പറയുന്ന പോലെ മൂലാധാരം നാളെ ആക്ടിവേറ്റ് ആവുമെന്നല്ല. മൂലാധാരം ഒന്ന് ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സിദ്ധികൾ ലഭിക്കും. സിദ്ധികൾ ലഭിക്കുമെന്ന് പറഞ്ഞാൽ സിദ്ധി എന്തൊക്കെയാ? അനിമ, ലഹിമ, മഹിമ, കരിമ, പ്രാപ്തി, പ്രാഗാമ്യം, ഈശത്വം, വശിത്വം. ഇങ്ങനെയാ ഇരിക്കേണ്ട ആർഡർ ഫോം. ഇപ്പൊ എല്ലാവരും തിരിച്ചു വെച്ചിട്ടുണ്ട്. അഷ്ടസിദ്ധികൾ. ഈ അഷ്ടമാസിദ്ധികളിൽ നിന്നും 64 സിദ്ധികൾ വരും. 8 സിദ്ധി വീണ്ടും. അതെ. 64 നിന്നും വീണ്ടും അത് 1008 സിദ്ധികളായി മാറും.
അപ്പോൾ അതിനെ നമുക്ക് പഠിക്കണമെങ്കിൽ എന്താ, അതിന് പ്രാക്ടീസ് ചെയ്തേ പറ്റും. ആദ്യത്തെ അനിമാസിദ്ധി സിമ്പിളാ, ചെറുതാകുക, ശരീരം ചെറുതാക്കുക. അപ്പം അതാ എല്ലാവരും കണ്ടുവച്ചിരിക്കണം. അതാ ഈ ശരീരം ചെറുതാക്കുക എന്ന് കേട്ടാൽ അതെങ്ങനെ സാധിക്കും? അത്ഭുതങ്ങളിലേക്കാണ് മനുഷ്യൻ്റെ കണ്ണു പോകുന്നത്. അതല്ല എൻ്റെ ആദ്യത്തെ പാഠം. അനിമാസിദ്ധി എന്നാൽ നീ ആദ്യം മനസ്സളവിൽ താഴാൻ പഠിക്കും, ചെറുതാകും. ഓ അത് ശരി, എളിമയുണ്ടാവും. പിന്നെ വേറെ എന്തുവാ? അല്ലാതെ ഞാൻ ഇതാ വലുതാ എന്നിരുന്നിട്ട് കാര്യമില്ല, ഒരിക്കലും ഒരു സിദ്ധിയും വരില്ല. അനിമാസിദ്ധിയുടെ ആദ്യത്തെ പാഠം, ഞാൻ എല്ലാവരുടെ മുമ്പേയും താഴാൻ തയ്യാറാണ്, ചെറുതാകാൻ തയ്യാറാണ് എന്ന് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കണം. അത് ചെയ്ത ഒരു വലിയൊരു ചക്രവർത്തി തന്നെ ഈ ഭൂമിയിലുണ്ടായിരുന്നു, അശോക ചക്രവർത്തി. അശോക ചക്രവർത്തിയിലൊക്കെ നടന്നു പോകുന്ന വഴിക്ക് ഏത് കാവ്യ വസ്ത്രം കൊടുത്ത് ആര് പോയാലും, സാധു പോയാലും അദ്ദേഹം തേരിയും താഴെ ഇറങ്ങി കാൽക്കൽ വീഴുന്ന് നമസ്കരിക്കും. അപ്പൊ മന്ത്രി ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇത് ചെയ്യുന്നത്? നിങ്ങളൊരു ചക്രവർത്തിയല്ലേ പല നാട്ടുരാജ്യങ്ങളിലെയും. ശരിയല്ല. അപ്പോൾ പറഞ്ഞു, ശരി സമ്മതിച്ചു, നീ ഒരു കാര്യം ചെയ്യുക, നമുക്ക് കൊട്ടാരത്തേക്ക് പോകാൻ പറഞ്ഞ് തിരിച്ച് കൊട്ടാരത്തേക്ക് വിളിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ എനിക്കൊരു കടുവയുടെ തല വേണമെന്ന് പറഞ്ഞു. ഒരു കടുവ തല വെട്ടിക്കൊണ്ടുവന്നു, ചന്തയിൽ കൊണ്ടുപോയി വിറ്റിട്ട് വരാൻ പറയും. വിറ്റിട്ട് വന്നു, പൈസ കിട്ടി, സന്തോഷം. അടുത്ത ദിവസം ഒരു മാനിൻ്റെ തല വെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു, മാൻതലയും അതും കൊണ്ട് ചന്തയിൽ വിറ്റിട്ട് വരാൻ പറഞ്ഞു. വിറ്റ് പൈസ കൊണ്ടുവന്നു. മൂന്നാമതായിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൊരു മനുഷ്യൻ്റെ തല വെട്ടുന്നു. അപ്പോൾ ആരാ വെട്ടുന്നു? ഏതെങ്കിലും ഒരു അടിമ, ഏറ്റവും വലിയ കുറ്റകൃത്യം ചെയ്തിരിക്കുന്ന ഒരാളെ, നമ്മൾ തൂക്കാനും കൊല്ലാനും വച്ചിരിക്കുന്ന ഒരാളെ വെട്ടിയേക്കാൻ പറഞ്ഞു. വെട്ടി തലയെടുത്തു, ഇതുകൊണ്ട് ചന്തയിൽ വിറ്റ് പൈസ കൊണ്ടുപോവാം. അദ്ദേഹം കൊണ്ടുപോയി, നടന്നില്ല. ചുമ്മാ എടുക്കാന്ന് പറഞ്ഞു, നടക്കുന്നില്ല. ഒരു വീട്ടിൻ്റെ മുമ്പ് കൊണ്ടുവച്ച് തിരിച്ച് ഇങ്ങേരെ തന്നെ വിളിച്ചേൽപ്പിച്ചു. അത് തിരിച്ചത് കൊണ്ടുവന്നിട്ട് രാജാവിൻ്റെ അടുക്ക പറഞ്ഞു, രാജാവേ ഇതാരും സ്വീകരിക്കുന്നില്ല. അപ്പോഴാ പറഞ്ഞേ, നിന്റെ തലയ്ക്കുള്ള വില അത്രയേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാവരെയും മുമ്പേ അന്ന് താഴെ വയ്ക്കാൻ നോക്ക്, ഞാനിപ്പോൾ അതുകൊണ്ട് ചക്രവർത്തിയായി. അപ്പോൾ എവിടെ നിങ്ങൾക്ക്, നമ്മൾ പറയുന്ന ഒരു ന്യൂട്ടൺസ് ലായും ഉണ്ട്, എവരി ആക്ഷൻ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ്, അത് ആക്വലൻ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചു വരുമെന്നുള്ളതാണ്. നമ്മൾ എപ്പോഴാണോ മുകളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കണം, ഒന്ന് താഴോട്ട് പോയാലേ പറ്റും. ഒന്ന് നിന്ന് ചാടിയിട്ട് പൊങ്ങി നോക്കാം, നമുക്ക് പൊങ്ങാൻ പറ്റും. അപ്പോൾ ഏതൊന്നിനും നമുക്ക് ആവശ്യം ആദ്യത്തെ സിദ്ധി അനിമ. താഴാൻ പഠിച്ചാൽ ഉയരാൻ പറ്റും. അതുപോലെ തന്നെ വലിയ സിദ്ധികളും അങ്ങനെയാണ്. ഞാൻ വലിയവനാണെന്ന തോന്നൽ എനിക്ക് വേണം, അടുത്തവരെ മുമ്പ് കാണിക്കരുത്. ഇപ്പം എന്നെ സംബന്ധിച്ച് തുറന്നു പറഞ്ഞാൽ, എൻ്റെ അടുത്ത് ആരെന്ത് ചോദിച്ചാലും ലോകത്ത് പലരും ഒക്കെ ഉണ്ടായിരിക്കാം, പല പല വിദ്വാൻമാരും ഈ ലോകത്തുണ്ടായിരിക്കാം. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാനാ വലിയവൻ. അവരെ മുമ്പ് പോകുമ്പോൾ ഞാൻ ഒന്നും അല്ലാത്തവനാണ്. ഇത് രണ്ടും നമുക്കുണ്ടായ നമ്മളാണ് ഈ ലോകം. അതെ, ഇത് രണ്ടും ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റൂ. കാരണം ഒരു മൃഗത്തെ കാണുമ്പോൾ ഞാനാ വലിയവനെന്ന് ചിന്ത വരണം, അതല്ലെങ്കിൽ അത് നമ്മളടിച്ചിട്ട് പോകും. ഒരു മനുഷ്യനെ കാണുമ്പോൾ ഞാനാ ചെറിയവനെന്ന് കാണണം. ഇങ്ങനെ നമ്മൾ ജീവികളിലും മനുഷ്യനുമായിട്ട് ഇടപെട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ പറയുക, ശരയോഗം കൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചതിന് അടുത്തൊരു കാര്യം ഞാൻ പറയാം. നമുക്കിപ്പോൾ രോഗങ്ങളില്ലാത്ത മനുഷ്യനില്ല, ഉണ്ടോ? പക്ഷെ എനിക്കില്ലല്ലോ, ഇല്ല. രോഗം വരെയില്ല, ഒന്നുമില്ല. ഷുഗറില്ല, പ്രഷറില്ല, BP ഇല്ല, ഒന്നും. നമ്മൾ BP എന്നല്ല, ഇനിയിപ്പോൾ എനിക്കൊരു വേദന പോലും ഞാൻ കണ്ടിട്ടില്ല. എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോൾ ഒരു 57. ഒന്നുമില്ല, ഒരു അസുഖങ്ങളും ഇല്ലാതിരിക്കുന്ന ഒരു. പിന്നെ വരുന്ന എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ യാത്ര ചെയ്യുന്ന തലവേദന, ഇങ്ങനത്തെ അതൊന്നും രോഗമല്ല. രോഗം എന്ന് പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഡിസീസ്. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് വരുന്നതാണോ? അല്ല, നമ്മുടെ ശ്വാസത്തെ ഉപയോഗിക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഉദാഹരണത്തിന് പറയാം, തിങ്കൾ ബുധൻ വെള്ളി ഇടത് ശരം, ലെഫ്റ്റ് നാസികയിൽ ശ്വാസം ഓടണം. ചൊവ്വ ശനി ഞായർ വലത് നാസികയിൽ ഓടണം. വ്യാഴാഴ്ച എന്ന് പറയുന്നത്, അതായത് കറുത്തവാവ് തുടങ്ങി വെളുത്തവാവ് വരെ വരുന്ന 2 ആഴ്ചകളിൽ ഉണ്ടായിരിക്കുന്ന വ്യാഴാഴ്ചകളിൽ ഇടത് നാസികയിലും, വെളുത്തവാവ് മുതൽ കറുത്തവാവ് വരെ വരുന്ന 2 ആഴ്ചകളിൽ ഉണ്ടായിരിക്കുന്ന വ്യാഴാഴ്ചകളിൽ വലത് നാസികയിലും ശ്വാസം വേണം. ഇത് എപ്പോഴാണ് ചെക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, രാവിലെ 4-നും 6-നും ഇടയ്ക്ക് ഈ ശ്വാസത്തെ കറക്റ്റ് ചെയ്ത്. ഒരു ശ്വാസം ഓടുന്നത് 2 മണിക്കൂർ, അത് ഒരു കലകൾ എന്നാ പറയുന്നത്. ഒരു കലകൾ ഓടുമ്പോൾ 2 മണിക്കൂർ നേരം ആ മൂക്കിൽ ശ്വാസം ഓടും. ഒരു ശ്വാസം ഒരു മൂക്കിലോടുന്നത് 2 മണിക്കൂർ. അപ്പോൾ പിന്നെ ഒരു ചോദ്യം വരും ഉടനെ, അപ്പോൾ അങ്ങ് 2 മൂക്കിൽ ശ്വാസം പോകുന്നില്ലേ? ഡൗട്ടല്ലേ? അപ്പോൾ 2 മൂക്കിലും ശ്വാസം ഉണ്ടോ എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എന്നെ അറിയാം. ഒന്നിൽ ഓടിക്കൊണ്ടിരിക്കും, ഒന്നിൽ ലൈറ്റായിട്ട് മൂവ് ആവും. എന്തിനാ ഈ വലുതായിട്ട് ഓടുന്നതെന്ന് ചോദിച്ചാൽ, അതാ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് അർത്ഥം. അങ്ങനെ നമ്മൾ നമ്മുടെ ശ്വാസത്തെ അറിഞ്ഞ് പ്രകൃതിയെ സൂക്ഷിച്ചാൽ, പ്രകൃതി എന്നാൽ ഈ ശരീരം,
ശ്വാസത്തെ അറിഞ്ഞുകൊണ്ട് ഈ പ്രകൃതിയെ നിങ്ങൾ സൂക്ഷിച്ചാൽ നിത്യമായ ഒരു ആനന്ദത്തിലേക്ക് പോകാൻ പറ്റും. ലോകത്ത് വേറൊരു ആനന്ദവും നമുക്ക് തരില്ല. അപ്പോൾ അതിന് രോഗമില്ല. അപ്പോൾ കാരണം നമ്മൾ ഭക്ഷണം കഴിച്ചു, ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നല്ല ഹെവി ഫുഡ് എടുത്തു, ദഹിക്കണമെങ്കിൽ വലത് ശരം വേണം. വലത് ശരം, റൈറ്റ് നോസിൽ കൂടെ നമ്മൾ ശ്വാസം എടുത്ത് ഉപയോഗിച്ചാൽ അത് സംഭവിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ദഹനരസം ഉണ്ടാകും. ഇത് നമ്മൾ കഴിച്ചിട്ട് ഇടത് ശരമാണ് വെച്ചു കൊടുക്കണമെങ്കിൽ ദഹിക്കില്ല. അപ്പോൾ പകുതി ദഹിക്കാതെ പ്രശ്നമായി രോഗത്തിലേക്ക് നമ്മളെ നയിക്കും. ശരി ശരി. അപ്പം അങ്ങനെ ഒരു മെത്തേഡ്സ് തന്നെ ഇതിനകത്തുണ്ട്. വളരെ ഡീപ്പായിട്ടാണ് ഈ യോഗം പറഞ്ഞിരിക്കുന്നത് തന്നെ. ഇതിനെ മൊത്തത്തിൽ പറയുന്ന പേരാണോ ശരയോഗം? അതെ, ഇത് കംപ്ലീറ്റ് പൂർണ്ണമായി. ഇതിൻ്റെ ലാസ്റ്റ് എൻഡ് എന്ന് പറയുന്നത് സമാധി നിലയിൽ. അതായത് നമ്മൾ ഇപ്പോൾ പതഞ്ജലി മഹർഷി അഷ്ടാംഗ യോഗം എടുത്തിരിക്കുന്നത് അതുകൊണ്ട് അതാണ് ഞാൻ പറയുന്നത്. പതഞ്ജലി എന്താ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ നിത്യം നിജം സുഖം ആസനം. ആസനം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒരാസനവും പുള്ളി പറഞ്ഞിട്ടില്ല. അപ്പോൾ പ്രാണായാമത്തെ പറയുന്നുണ്ട്. നമ്മൾ പ്രാണനെ യാമങ്ങളോളം റൺ ചെയ്യുക, സൂക്ഷിക്കുക, അടുത്തതിനെ നിർത്തുക, അങ്ങനെ അതിനൊരു 8 വെർഷൻ പറയും. അപ്പോൾ അതെല്ലാം ഇരിക്കുന്നത് ശരയോഗത്തിലാണ്. അപ്പോൾ അതിന് ബേസിക് എന്ന് പറയുന്നത് ഇത് മാറ്റി അവരൊരു ടെക്സ്റ്റ് ആക്കി. ഇപ്പോൾ ആരും കുറ്റം പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് ഒരു സബ്ജക്റ്റ് ഇരിക്കുന്നു, അത് പഠിപ്പിക്കാൻ വേണ്ടി ചെറുതായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പല പല ചെറിയ ടെക്സ്റ്റുകളായിട്ട് മാറ്റാം. അങ്ങനെ മാറ്റിയ ഗ്രന്ഥങ്ങളാണ്. അതല്ലാതെ അതൊന്നും ഇതല്ല എന്ന് ഞാൻ പറയാൻ തയ്യാറില്ല. എല്ലാം ഇതിനകത്തുള്ളതാണ്. ഇതിനെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഒരു മാസ്റ്ററുടെ കയ്യിലിരിക്കുന്നത്. അങ്ങ് ശരീരം പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്. ശരീരം പഠിപ്പിക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരു 18 ബാച്ച് നടക്കുന്നുണ്ട്. ഒരു ബാച്ചിൽ 20 പേര് വെച്ചാൽ ക്ലാസ്സിലിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അത്രയും ശിഷ്യന്മാരിപ്പോൾ ഉണ്ട്. പിന്നെ ഓരോ വർഷവും ഞങ്ങൾ ശരയോഗ സംഗമം എന്ന പേരിൽ വലിയ വലിയ പ്രോഗ്രാമുകൾ ചെയ്ത് കുറച്ചൊക്കെ ആതുര സേവനങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് അവാർഡ്സ് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. തിരുമൂലര് മറ്റേ മൂലൻ്റെ ശരീരത്തിലേക്ക് കടന്നു എന്ന് പറഞ്ഞു. ഈ പരകായം എന്ന് പറഞ്ഞല്ലോ. ഈ പരകായം എന്താ? ഓക്കെ, ആദ്യം പരകായം എന്തെന്ന് ചോദിച്ചാൽ പരം എന്നാൽ വേറൊന്ന്, കായം എന്നാൽ ശരീരം. ഇനി രണ്ടാമത്തെ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പരം എന്നാൽ ടോപ്പ്, ഏറ്റവും മുകളിലിരിക്കുന്നത്. അതിനകത്തൊരു കായം, ഒരു ശരീരം ഉണ്ടാക്കണം. ഇങ്ങനെ 2 വെർഷൻസാണ്. ഒന്ന് ഈ ശരീരത്തിലിരിക്കുന്ന ഒരു ജീവൻ മറ്റൊരു ശരീരത്തേക്ക് പ്രവേശിക്കുന്നതും, ഒന്ന് ഇതിനകത്ത് തന്നെ ഒരു ശരീരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതറിയാം, നിങ്ങൾക്ക് ആത്മശരീരം അറിയില്ല, യോഗശരീരം അറിയില്ല. അപ്പോൾ യോഗ എന്തിനാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കണ്ടേ? ഏതിനെ? സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്ന 3 ശരീരങ്ങളെ നമ്മുടെ ആത്മാവിരിക്കുന്ന ആ യോഗ ശരീരത്തിലേക്ക് ലയിപ്പിച്ചിട്ട് അതുവഴി ആത്മശരീരത്തിലേക്ക് കടന്നാൽ നിങ്ങൾക്ക് പരകായം ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഈ ശരീരത്തെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് വേറൊരു ശരീരത്തേക്ക് ഇറങ്ങിയിട്ട് വരാൻ പറ്റും. അതേ തന്നെ, അത് കൂട് വിട്ട് കൂട് വായുന്നു എന്ന് പറയുന്ന വിദ്യ തന്നെയാ ഇതും. പക്ഷെ അതിനകത്തൊരു ഒരു വിഷയമുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഇരുന്നുകൊണ്ട് കൂട് വിട്ട് കൂട് വായുക എന്ന് പറഞ്ഞാൽ ഉടനെ ആളുകൾ ചോദിക്കും കാണിച്ചു തരുമോ? ഇതായിരിക്കും ലോകത്ത് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കൂട് വിട്ട് കൂട് പായുക എന്ന് പറയുന്നത് ഒരു ശരീരം വിട്ട് വേറൊരു ശരീരത്തിലേക്ക് പോവുക എന്നതിൻ്റെ അർത്ഥം. പക്ഷെ അതിന് വെളിയിൽ കാണിക്കുന്നതല്ല വിഷയം. അതൊരിക്കലും നമ്മൾ കാണിക്കരുത്. എന്ത് ചെയ്യരുത്? അല്ല. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ഗോപ്യമായി വെച്ചിരിക്കുന്ന വിദ്യ. എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് പോകണം, എനിക്കിത് വേണം, എനിക്ക് പോണ്ടേ. ഇപ്പോൾ ഉദാഹരണത്തിന് അങ്ങേക്കിപ്പോൾ ചന്ദ്രൻ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ അറിയില്ല, ആരെങ്കിലും കാണിച്ചു തന്നാലേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന ചന്ദ്രൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ചന്ദ്രത്തിനകത്ത് ഇവർ പറയുന്നില്ലേ വെള്ളം ഉണ്ടോ ഇല്ലയോ? പക്ഷെ ഏറ്റവും അടിയിൽ വെള്ളമാണ്, ഐസ് പോലെ ഉറഞ്ഞിരിപ്പുണ്ട്. ഈ ഭൂമിക്കടിയിൽ ഒരു 600 കിലോമീറ്ററിന് താഴോട്ട് എടുത്താൽ നമ്മുടെ ഈ ഭൂമിക്കടിയിൽ സ്പോഞ്ച് പോലെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. സ്പോഞ്ചുകൾ. തിയറി പറയുന്നത് ഭൂമിയുടെ ഭൂഗർഭം എന്ന് പറയുന്നത് ചൂടുള്ള ലാവ ഉരുകി കിടക്കുന്നു. അതെ, അത് തന്നെയാണ്. അതിന്റെ അടിയിൽ ഇരിപ്പുണ്ട് വെള്ളം, അല്ലെങ്കിൽ ലാവ അവിടെ നിൽക്കില്ല. കാരണം ഈ അഗ്നിപർവ്വത സ്ഫോടനം വരുമ്പോൾ അതിനിപ്പോ എന്തെങ്കിലും തെളിയും. കാരണം ഈ ഭൂമിക്കടിയിൽ ഈ സ്പോഞ്ച് ഉരുക്കി വെച്ചിരിക്കുന്നതിൽ വെള്ളം കെട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത്ഭുതങ്ങൾ നിറച്ചതാണ് നമ്മുടെ ഭൂമി. അപ്പൊ ഇതിനകത്ത് വസിക്കുന്ന അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഏറ്റവും ദൈവസമാനം. മറ്റുള്ള അണ്ടങ്ങളിൽ നിന്നും, അതായത് മറ്റുള്ള ഗാലക്സികളിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്ന ഒരു ഗാലക്സി നമ്മുടെ ഈ ഭൂമിയാണ്. അപ്പോൾ ഇതിനത്രയും പ്രാധാന്യമുണ്ട്. അപ്പം ഇതിൽ അറിഞ്ഞ് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ശിവൻ ശവൻ രണ്ടും ഒരു വള്ളിയിലാണ് നിൽക്കുന്നത്.
ശിവന് വള്ളിയില്ലാതായാൽ ശവനാവും. ശിവന് വള്ളിയില്ലെങ്കിൽ ശവനാ. പക്ഷെ ഈ ശിവൻ എങ്ങനെയാ വള്ളി ഇല്ലാതാക്കുന്നതെന്നുള്ളത് അതാ പറയുന്നത്. വള്ളി കലകള ശ്വാസത്തെ ഒരു കലകളിലൂടെ ബന്ധിപ്പിക്കുമ്പോൾ അത് ഒരു വള്ളിയായി മാറും. ആ വള്ളിയിൽ നമ്മൾ പിടിച്ചു തൂങ്ങി നിൽക്കും. ഉദാഹരണത്തിന് പശുപതിനാഥ് ക്ഷേത്രം എല്ലാവർക്കും അറിയാം, നേപ്പാളിൽ. എന്താ പശുപതിനാഥ് എന്ന് കേട്ടാൽ ആർക്കും അറിയില്ല. പശു ജനങ്ങൾ പ്രാണികളല്ല അതിൽ ഉൾപ്പെടുന്നത്. അതാ പറയുന്നത്. പശു എന്നാൽ ജീവൻ, പതി എന്നാൽ ദൈവം ശിവം, നാഥൻ എന്നാൽ സംരക്ഷകൻ. മൂന്നെണ്ണം ചേർന്നിരിക്കുന്നതാണ്. അതായത് പശു എന്ന ജീവനെ പതി എന്ന ശിവൻ തൻ്റെ നാഥ് എന്ന ചരടില് കെട്ടി നിർത്തി സംരക്ഷിക്കുന്നതിൻ്റെ പേര് പശുപതിനാഥ്. അപ്പോൾ ഇത് നമ്മുടെ എവിടെയായിരിക്കുന്നത് നിറച്ച ധനഞ്ജയൻ താഴെ ഇരിപ്പുണ്ട്, മേളിൽ ശിവം രുദ്രൻ ഇരിപ്പുണ്ട്, ഇടയിലൂടെ ചുഴിമുന എന്ന് പറഞ്ഞൊരു കയറിട്ടിട്ടുണ്ട്. അപ്പോൾ ചുഴിമുനയ്ക്കതിന് ഒരുപാട് രഹസ്യമുണ്ട്. അപ്പോൾ ചുഴിമുന എന്ന കയറിനകത്താണ് ഈ ധനഞ്ജയനെ കെട്ടിയിട്ടിരിക്കുന്നത്. ഈ ധനഞ്ജയനെ എപ്പോൾ നിങ്ങൾ ചുരുട്ടി ഈ ചുഴിമുന എന്ന കയറോടുകൂടി മുകളിൽ ചെന്ന് ആ ശിവത്തിൽ ഐക്യമാവുമോ അതിൻ്റെ പേര് ലയപ്പ, ലയയോഗം. ഇനി ഈ ശിവത്തെ എടുത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു ചെറിയ 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 നമ്മുടെ സെല്ലുകളിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ പേര് അണുക്രിയായോഗം. ഈ ശിവത്തെ എടുത്ത് ചക്രങ്ങൾ വഴി പ്രവേശിച്ച് മേളിൽ കൊണ്ടുപോയി ഏഴാമത്തെ സഹസ്രദള പത്മം എന്ന് പറയുന്നതിനെ തുറന്ന് അതിനകത്ത് ആനന്ദിച്ചാൽ അതിൻ്റെ പേര് ചക്രയോഗം. ഇങ്ങനെ യോഗവിദ്യകളെ തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയോ ഇതെല്ലാം പോകുന്നത് ഒരൊറ്റ വേക്കാണ്. ഇപ്പോൾ അമ്പലത്തിൽ എന്തിനാ പോകുന്നത് എന്ന് ചോദിച്ചാൽ അത് മോക്ഷത്തിലേക്ക് എന്നല്ലേ നമ്മൾ പറയും. അതെ, മോക്ഷം അറിയില്ലല്ലോ. മോക്ഷം എന്നാൽ എന്താ? മോചനമെന്ന്. ഈ ശരീരം എടുക്കുന്നതിൽ നിന്ന് മോചനം വേണം. അപ്പൊ ഈ ശരീരം വേണം, മരിക്കലല്ല മോക്ഷം. ഈ ശരീരം എടുക്കുന്നതിൽ നിന്നാ മോചനം. അപ്പൊ ഈ ശരീരം എടുക്കുന്നതിൽ നിന്ന് എനിക്ക് മോചനം വേണമെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ശരീരമുണ്ട്, ഇനി മറ്റൊരു ജന്മത്തിൽ പുനർജന്മം ഇല്ലാതിരിക്കുക എന്ന് പറയുന്ന അവസ്ഥ. അതെ 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 അതിന് ഈ ശരീരം പോകരുതല്ലോ. ഈ ശരീരം പോയാലേ പറ്റുള്ളൂ. ഈ ശരീരം പോയാലേ പുനർജനിച്ചല്ലേ പറ്റുമല്ലേ. ഓക്കെ. അപ്പൊ ഈ ശരീരത്തെ മറയ്ക്കുക എന്ന് പറയും. നമുക്ക് എല്ലാവരും പറയുന്നു സൃഷ്ടി സ്ഥിതി സംഹാരം നിർത്തി എല്ലാവരും. ലയവും തിരോധാനവും കൂടിയില്ലേ? അതെന്താ പഠിപ്പിക്കാത്ത? അതിനെ പറയണ നമ്മൾ പറയുന്നത് അങ്ങനെയല്ല. സൃഷ്ടിക്കുക, പടയ്ത്തൽ, കാത്തൽ, മറയുതൽ, അരുളൽ എന്ന് പറയുന്ന ഒരു 5 അവസ്ഥയെ പറയും. എന്ന് പറഞ്ഞാൽ സൃഷ്ടി സ്ഥിതി സംഹാരം മറയുക അരുളുക. ഈ 5 സാധനവും നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ലാസ്റ്റ് നശിപ്പിക്കുന്നു, അത്രേ അറിയുന്നുള്ളൂ. അടുത്ത് ചെയ്യുന്ന എന്ത് ചെയ്യുന്നു? എങ്ങോട്ട് പോയി മറയുന്നു? മറയാൻ സ്ഥലമില്ല. അതിനാണ് മറയുടമ്പ് എന്ന് പറയും. ഇനി അരുളുന്ന ഉടമ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോഴാണോ പ്രാപ്തി കഴിഞ്ഞ് പ്രാഗാമ്യം ഉണ്ടാകുന്നത് സിദ്ധിയിൽ, അപ്പോൾ ഈശത്വം വരും. പ്രാഗാമ്യം എന്ന് പറഞ്ഞാൽ എല്ലാത്തെയും എന്നിലേക്ക് ഈർക്കാനുള്ള ഒരു ശക്തി. അത് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ഈശ്വരനാകും. അതിന് ഈശത്വം എന്ന് പറയും. ആ ഈശത്വം കിട്ടിക്കഴിഞ്ഞാൽ വശ്യത്വമായി. പിന്നെ നിങ്ങൾ കാണുന്നവരെല്ലാം നിങ്ങളെ ബഹുമാന സൂചകമായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അടുക്ക ഒരാൾക്ക് വന്നിരിക്കുമ്പോഴേ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും. അവർക്ക് എന്തൊക്കെയോ കിട്ടുന്നതൊരു ഫീൽ ഉണ്ടാവും. ഇതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. അപ്പോൾ അമ്പലത്തിൽ നമ്മൾ പോകുന്നത് നമ്മുടെ ഷടാധാരങ്ങളിൽ കൂടെയുള്ള യാത്രയാണ്. അപ്പോൾ അതിനെ അമ്പലം ഉണ്ടാക്കി വെച്ചിരിക്കും. നമ്മൾ എന്തിനാ പോകണമെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മുടെ ഗോപുരവാതിൽ തൊട്ട് അങ്ങോട്ട് കാലിൽ നിന്ന് അങ്ങോട്ട് കയറി പോകുന്നില്ല. ഗർഭഗ്രഹം എന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശിരസ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു മനുഷ്യനെ എന്തുകൊണ്ട് നഗ്നപാതനായി നമ്മളെ നയിക്കുന്നു? എന്തുകൊണ്ടാണ്? അതായത് കലകൾ പ്രവർത്തിക്കുന്നത് കാലിൻ്റെ അടിയിലിരിക്കുന്ന പിൻ പോയിന്റ്സിലാണ്. ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള പോർഷൻ. അപ്പോൾ അതിൽ ആക്ഷൻ കൊടുക്കാൻ നമുക്ക് മൂവ് ചെയ്യുമ്പോൾ താഴെ കല്ല് കാണും, മണ്ണ് കാണും, ഇതിലൊക്കെ ചവിട്ടുമ്പോൾ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത് ചെയ്ത് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വേറെ ചിന്ത വരരുത്. സ്റ്റിമുലേഷൻ വരണം. എന്തിനാ 4 മണിക്ക് നമുക്ക് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ അമ്പലത്തിൽ പോകണം എന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും അറിയാമെന്ന് കേട്ടാ ഇല്ല. പെരുമിൻ എന്ന് പറയുന്ന ഒരു നക്ഷത്രം, പെരുമിൻ എന്ന് പറയുന്ന ഒരു നക്ഷത്രം രാവിലെ 3:30 തൊട്ട് 6 മണി വരെ ഉദിച്ചു നിൽക്കും. അതിൻ്റെ ഒരു ഊർജം നമുക്ക് ഏറ്റവും വലിയ മോക്ഷത്തിലേക്ക് നമുക്ക് നയിക്കാൻ പറ്റുന്നൊരു സാധനം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ ഷർട്ടെല്ലാം ഊരി കുളിച്ച് വൃത്തിയായി ഷർട്ടിടാതെ അമ്പലത്തിലേക്ക് വെറും കാലുകൾ കൊണ്ട് നടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ, മനസ്സെന്തിനാ ശാന്തമാകേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മുടെ അമ്പലത്തിൽ പോകുന്ന എല്ലാവരും അമ്പലത്തിൽ പോകുന്നത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്.
കാമ്യമാണ്. അതെ, കാമ്യം. അതായത് അമ്പലത്തിൽ ഭഗവാൻ എനിക്ക് ഇന്നത് നടക്കണേ, ഞാൻ പരീക്ഷ എഴുതാൻ പോകുന്നേ, എൻ്റെ മോളെ കല്യാണം നടക്കണമേ, ഇത് എല്ലാവർക്കും ആഗ്രഹം ഭഗവാന്റെ അടുക്ക പറയാൻ പോകുക. അപ്പൊ അങ്ങനെ പോകണമെങ്കിൽ, ആഗ്രഹം നടക്കണമെങ്കിൽ മനസ്സ് ശാന്തമാകണം. മനസ്സ് ശാന്തമാകണമെങ്കിൽ അതിനെന്ത് വേണം? മനനാൽ ത്രായതേ ഇതി മന്ത്ര, മന്ത്രം വേണം. അപ്പൊ അതിന് ഏത് അമ്പലത്തിലേക്കാ പോകുന്നത്, ആ അമ്പലത്തിന്റെ നാമധേയം, അതായത് ആ ദേവന്റെ നാമധേയത്തെ എടുത്ത് ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ ട്രാവൽ ചെയ്യും. അപ്പൊ ട്രാവൽ ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് നേരെ അവിടെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദേവനായി മാറും. അങ്ങനെ നിങ്ങൾ പോയാൽ, നിങ്ങൾ ശ്രീകോവിലേക്ക് നോക്കി ആ വിഗ്രഹത്തിലേക്കൊന്ന് കണ്ണ് വെച്ചിട്ട് കണ്ണടച്ച, നിങ്ങൾ അടുത്ത അമ്പലം പൂട്ടിയിരുന്നിട്ട് ആ തിരുമേനി ദീപം കാണിക്കുമ്പോൾ നട തുറക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അവിടുത്തെ ദീപാരാധന കണ്ണടച്ചിരുന്ന് കാണാൻ പറ്റും. അത് നമ്മുടെ ഉള്ളിലേക്ക് വരും. അങ്ങനെ നിങ്ങൾ 10 പ്രാവശ്യം ചെയ്താൽ ആ ദേവൻ നിങ്ങളുടെ ഉള്ളിലായി. പിന്നെ നിങ്ങൾക്ക് ഒരിടത്തും പോകേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളെ ദേവനെ ദർശിക്കുന്നു എന്നാണ് അമ്പലത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ശ്വാസത്തെ പൂർണ്ണമായിട്ടും അറിയണം. കാരണം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു, ശ്വവാസം, ഞാൻ വസിക്കുന്നത് ഈ വാഹനത്തിലാണ്. ഈ ശ്വാസത്തെ അറിയണമെന്ന് പറഞ്ഞു. അതൊട്ട് എങ്ങനെയാണ് ശ്വാസത്തെ അറിയുന്നത്? ശ്വാസത്തെ അറിയാൻ വേറെ ഒന്നും ചെയ്യാനില്ല. ശ്വാസത്തെ അറിയാൻ നമ്മളിപ്പോൾ ഭക്ഷണത്തെ എങ്ങനെയാണ് അറിയുന്നത്? സൂചിച്ചു നോക്കും. ഓക്കെ. അപ്പോൾ ശ്വാസത്തെ ഇതൊരു ഗന്ധം അറിയില്ലല്ലോ, അല്ലേ? അപ്പോൾ ശ്വാസം ഗന്ധമുള്ളതല്ല, രുചിയുള്ളതല്ല, പക്ഷെ എല്ലാം തരും. ഇത് എങ്ങനെ തരും? അതായത് 2 മൂക്കുകൾ നമുക്കിരിപ്പോൾ, 2 നാസികൾ. അതെ. അപ്പോൾ 2 മൂക്കുകൾ എന്നാണ് എല്ലാവരും പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. മൂക്ക് ഒന്നേ ഉള്ളൂ, 2 ദ്വാരം. അപ്പോൾ ഒന്നിലൂടെ ചൂടും ഒന്നിലൂടെ തണുപ്പും. ഇതാദ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇടത് നാസികയിലൂടെ ശ്വാസം എടുത്താൽ എന്ത് അനുഭവം എനിക്ക് വരുന്നു എന്ന് പഠിക്കണം. വലത് നാസികയിൽ ശ്വാസം എടുക്കുമ്പോൾ എനിക്ക് എന്ത് അനുഭവം വരുന്നു എന്ന് പഠിക്കണം. അല്ലെങ്കിൽ നമുക്ക് ആ ടൈമിൽ മാറുന്ന ടൈം ചെക്ക് ചെയ്താലും മതി. അത് മനസ്സിലാക്കിയിട്ട് ആ ശ്വാസത്തെ എങ്ങനെ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാമെന്ന് പഠിക്കണം. അതിൻ്റെ ഉപയോഗമെന്ന്, അതെന്താണ് എന്ന് നമുക്കൊരു ശ്വാസത്തെ കടത്തി വിടുന്നൊരു സാധനമുണ്ട്. ഏതൊരു കാര്യം എടുത്താലും ഞാൻ പറയാം. ഈ മൂക്ക് 2 ഇവിടെ നിന്ന് ഇങ്ങനെ ആയിരിക്കുന്നത്. ഇവിടെ പോയി കഴിഞ്ഞാൽ ഈ സാധനം നേരെ താഴേക്കാണ് വരുന്നത്. ഈ 2 ചെവിയിൽ ഏതൊന്നിനെ ഒഴിച്ചാലും അത് തൊണ്ടയ്ക്ക് വരും. കണ്ണിൽ മരുന്ന് ഒഴിച്ചാൽ തൊണ്ടയ്ക്ക് വരും. മൂക്കിൽ ഒഴിച്ചാൽ കൊണ്ട്, വായിലിട്ടാലും. എന്താ മേളിലോട്ടൊന്നും പോകാത്ത? ഇതുവരെ അല്ല, എന്തുകൊണ്ടാ? ഇതാ എൻ്റെ ഒരു വിഷയം. അപ്പൊ ഏതൊന്നിനെയും ദൈവം എന്ന കൺസെപ്റ്റ് സൃഷ്ടിച്ചിരിക്കുന്നത് താഴേക്ക് പോകാൻ. എളിമ. നീ താഴേക്ക് പോയിട്ട് വേറൊരു റൂട്ട് വഴി മേളിലേക്ക് വരണം. താഴെ പോയാലേ വഴിയുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മളെല്ലാം കഴിക്കുന്നതും താഴേക്ക് പോവും, നമ്മൾ എടുക്കുന്ന ശ്വാസവും താഴേക്ക് പോവും. ഈ ശ്വാസത്തെ കയറ്റുന്ന ഒരു ദ്വാരമുണ്ട്, ഒരു വഴിയുണ്ട്. അതിൻ്റെ പേരാണ് മോക്ഷ കവാടം. നമ്മളൊക്കെ പറയുന്ന പൊക്കിള്. അമ്മയിൽ നിന്നും ഞാൻ അതിലൂടെ വളർന്നു. അമ്മ അത് കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇനി വച്ചിട്ടുണ്ട്. ഞാൻ ഇതുവഴി ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക്, എന്നെ സൃഷ്ടിക്കുന്ന, എൻ്റെ ഈ ശരീരത്തെ ഉണ്ടാക്കിയ, എന്നെ സഹായിച്ച ആത്മാവിലേക്ക് ലയിക്കാൻ പോകും. അതിനുള്ള ട്രാവൽ, നമ്മൾ എടുക്കുന്ന ശ്വാസത്തെ ഓരോന്നെയും ആ വഴിയെ നമ്മൾ മുകളിലേക്കുണ്ട്. അതിൻ്റെ പേര് മണിപൂരകം എന്ന് പറയും. മണിപൂരകം എന്ന് പറയുമ്പോൾ മണി ആവണം നമ്മൾ. അത് നമ്മൾ പറയുന്ന മണിപൂരക ചക്രത്തെക്കുറിച്ച്. അതിനകത്ത് എന്താ നടക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവൻ എന്ന് പറയുന്നതിനെ ജീവമണിയാക്കണം. അതുകൊണ്ടാണ് മണി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. നമുക്ക് ലോകത്ത് ഒരു മഹാനായ ഒരു എന്താ പറയുക ദൈവസങ്കല്പം മണികണ്ഠൻ. എന്തുകൊണ്ടാണ് മണികണ്ഠൻ എന്ന് ചോദിച്ചാൽ, അദ്ദേഹം മാത്രമാണ് ഈ ദേവതാ വർഗത്തില് മണിയായിട്ട് കണ്ടത്തിൽ നിർത്തി ധ്യാനം ചെയ്തത്. അതുകൊണ്ടാണ് ആ പേര് വന്നത് മണികണ്ഠൻ. അപ്പോൾ അതുവരെ അതിനെ കണ്ടത്തിൽ മണി കെട്ടിയവനെന്ന് പറയണം. അല്ലാതെ ജനിച്ചപ്പോഴേ കണ്ടത്തിൽ മണിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആ കാലത്ത് മണി ഉണ്ടാക്കാൻ പോലും ആർക്കും അറിയാത്തൊരു കാലം. അപ്പോൾ അതിൻ്റെ പേരെ ഇവിടെയും നമ്മൾ പറയുന്നത്, തിരുമൂലർ നേരത്തെ പറഞ്ഞ മണികൾ, അതായത് രസമണി, ഗുളികകൾ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ നാദത്തെയും ബിന്ദുവെയും, നാദബിന്ദുക്കൾ എന്ന് പറയുമ്പോൾ 2 സാധനങ്ങൾ, ശിവനും ശക്തിയും. ബിന്ദു എന്ന് പറയുന്നത് ബിന്ദു അല്ല, ബിന്ദു അല്ല, ബിന്ദു വി. നാദവും ബിന്ദുവും ഉണ്ട്, ശിവനും ശക്തിയും. അതായത് നമ്മൾ പറയുന്നത് കോൺഷ്യസ്, അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ്.
ഈ 3 സാധനം നമ്മുടെ മൈൻഡിലുണ്ട്. ഫ്രോണ്ടൽ ലോബ് എന്നുള്ളത് തലച്ചോറിന്റെ ഫ്രണ്ട് ഭാഗം. ഈ ലോബ് ഇല്ലെങ്കിൽ നിങ്ങളില്ല. നമ്മളെല്ലാം പ്രവർത്തിപ്പിക്കുന്ന ഒരു ലോബാ. അതുകൊണ്ടാണ് നമ്മൾ ഈ മനുഷ്യജന്മം കുരങ്ങിൽ നിന്നും വ്യത്യസ്തമെന്നൊട്ട്. നമ്മളെ പ്രവർത്തിക്കുന്ന കുരങ്ങിന് ഈ ഫ്രണ്ട് ഭാഗം ഇല്ല. നമുക്ക് ഈ ലോബാ നമ്മളെ എന്ത് ചെയ്യുന്നത്, നയിക്കുന്നത്. ആ ലോബിനകത്താ ഒരു എക്സ്റേ കണ്ണിരിക്കുന്നത്. അതിന്റെ പേരാ 3-ാം കണ്ണ്. അതിന്റെ പേരാ ജ്ഞാനക്കണ്ണെന്ന് പറയും. ആ ജ്ഞാനക്കണ്ണ് തുറക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മൾ 2 കണ്ണാദ്യം അടയണം. അടച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടച്ചു പിടിച്ചാൽ തുറക്കില്ല. ഈ കണ്ണ് തുറന്നിരുന്നാലും കാഴ്ച ഇതിന് വരരുത്. അതിന് നമ്മൾ പഠിക്കുന്ന ഒരു പാഠമുണ്ട്. അതിന്റെ പേര് പ്രത്യാഹാരം. അഷ്ടാംഗ യോഗത്തിൽ വരുന്ന തന്നെയാണ് യമ, നിയമാസനം, പ്രാണായാമ, പ്രത്യാഹാരം. പ്രത്യാഹാരത്തില് ഇന്ദ്രിയ പ്രത്യാഹാര എന്നൊരു വിഷയം വരും. അതിൽ നമ്മൾ നമ്മുടെ ഓരോ അവയവങ്ങളെയും ഉള്ളിലേക്ക് തിരിക്കുന്ന ഒരു പ്രക്രിയ. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? അതെന്താ? മായ. ഞാൻ എന്തിനാ ഭൂമിയിൽ വന്നതെന്ന് എന്നെ അറിയിക്കാതിരിക്കാൻ എനിക്ക് വേറെ പലതും കാണിച്ചു തന്ന് എന്നെ കുഴപ്പിക്കുക. ഒന്നുമല്ല. നിങ്ങളൊരു കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ നടന്നു പോകുമ്പോൾ അപ്പുറത്ത് ബലൂണ് കണ്ട് നിങ്ങളെ ഉത്സവ പറമ്പിൽ കിടന്ന് ഉരുളുകയാണെന്ന് വെച്ചോ. അപ്പോൾ അച്ഛനും അമ്മയും എന്ത് ചെയ്യും? ബലൂൺ വാങ്ങിച്ചു തരില്ല. അപ്പുറത്ത് നിന്ന് അതേപോലെ മുട്ടായി വാങ്ങിച്ചു തന്നിട്ട് നമ്മളെ സമാധാനപ്പെടുത്തി. അമ്മ നമുക്ക് പണ്ട് ചോറ് തരും. എങ്ങനെയാ? ഞാൻ അമ്പിളി അമ്മാവനെ പിടിച്ചു തരാന്ന്. അത് കിട്ടാത്ത സാധനമാണ്, നമുക്കറിയില്ലല്ലോ. നമ്മൾ അത് കാണിച്ച് പറ്റിച്ച ഭക്ഷണം തരുന്നത്. അതുപോലെ നമ്മളെയും ഈ ലോകത്തിട്ട് താഴേക്ക് പോവാൻ, അതായത് നരക എന്ന് പറഞ്ഞാൽ വീണ്ടും പുനർജനിക്കണം. നരകം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. അപ്പോൾ എല്ലാവരും പറയുന്നത് ഇതുവരെ നമുക്ക് മേളിലോട്ടുള്ളതെല്ലാം ഭൂലോകത്തിൽ നിന്ന് മേളിലോട്ടുള്ള സ്വർഗ്ഗലോകവും ഇതിന് താഴോട്ടുള്ളതെല്ലാം നരകലോകവും. കാരണം എന്ന് പറഞ്ഞാൽ ഇത് 2 വേയാണ്. പിന്നെ അതലം, വിതലം, സ്വതലം, തലാതലം, രസാതലം, മഹാതലം, പാതാളം എന്ന് പറയുന്ന 2 വേയിലൂടെയാണ്. ഇങ്ങോട്ടെടുത്ത ഭൂലോകം, ഭൂവർലോകം, മകർലോകം, ഇങ്ങനെ പോകുന്ന സത്യലോകം. അതെ, ഈ 14 ലോകങ്ങളിലേക്ക് മുകളിലിരിക്കുന്ന സത്യലോകം എന്ന് പറയുന്നിടത്തേക്ക് എത്താതിരിക്കാൻ ഒരു ജീവിയെ, അതുകൊണ്ട് ദുർലഭോ മാനുഷോ ദേഹി എന്ന് പറഞ്ഞിരിക്കും. ഒരു മനുഷ്യച്ചേരൻ അവിടെ കൊണ്ട് വയ്ക്കരുത്. അവൻ ഇവിടെ കിടന്ന് ഇങ്ങനെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് വംശം ഉണ്ടാക്കണ്ടേ? അതെ, ഇങ്ങനെ കഴിച്ച് അടുത്ത സൃഷ്ടി വേണം. എല്ലാവരും ദൈവത്തിലേക്ക് എത്തിയാൽ ദൈവത്തിന് പിന്നെ ആരെയും ഇറക്കി വിടാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ നിന്ന് വംശം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് മാറണമെങ്കിൽ ആദ്യം വസിക്കുന്ന വാഹനത്തിൽ, ഇപ്പം അങ്ങേക്കൊരു കാറുണ്ടെങ്കിൽ ആ കാറിനെ കുറിച്ച് എല്ലാ കാര്യവും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ പറയും എന്തിനാ അറിഞ്ഞ വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ, അല്ലേ? നമ്മളെന്തിനാ ഇതൊക്കെ പഠിക്കാൻ പോകണം? ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ നോർത്ത് ഇന്ത്യയിലോട്ടൊന്ന് യാത്ര പോയാൽ മണലാരണ്യം പോലെ കിടപ്പുണ്ട്, മഞ്ഞിൻ്റെ കോട്ടമലകൾ. അവിടെയൊക്കെ പോകുമ്പോൾ വണ്ടി ഒന്ന് പെട്ടുപോയി, എന്ത് ചെയ്യും? ഒരു ദിവസം 1.5 ദിവസം കൊണ്ട് യാത്ര ചെയ്ത് വന്ന് വണ്ടി നന്നാക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അപ്പോൾ വണ്ടിയിലുള്ള ചെറിയ മെക്കാനിസം നമ്മൾ പഠിച്ചിരിക്കും പോലെ ഇതിനകത്ത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സുണ്ട്. അതാണ് നമ്മുടെ വാഹനം. ആ മനസ്സിനൊഴിക്കുന്ന ഇന്ധനത്തിൻ്റെ പേരാ ശ്വാസം. ആ ഇന്ധനത്തെ ഒഴിച്ച് ഈ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് 5 ഇന്ദ്രിയങ്ങളെയും അടക്കി നമ്മുടെ ഉള്ളിലേക്കൊരു ട്രാവൽ ചെയ്ത അതിൻ്റെ പേരാണ് സമാധി. ആ ട്രാവല അത് പോയിട്ട് നമ്മൾ ഒരിടത്ത് മുട്ടി നിൽക്കും. ചിന്താർമണി ഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് ശിരസിൻ്റെ മണ്ടയ്ക്ക് അതിനാണ് 1008 ഇതളുകൾ എന്നൊക്കെ പറഞ്ഞൊരു 1008 റൂമുകളൊക്കെ ഉള്ള. അതെ, അപ്പോൾ അതിനകത്തൊരു ഭയങ്കരമായൊരു വാസ്തു യന്ത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാതെ അതേ സെയിമ വാസ്തു യന്ത്രം. ഒരു വലിയൊരു 81 കണ്ണികളുള്ള ഒരു മുറിയാണ്. അതിനകത്ത് 3 തേരുകളോട്. ആ 3 തേരുകളുടെ പേരാ ഭൂതകാലം, വർത്തമാനം, ഭാവി. ഇപ്പൊ വർത്തമാനം മാത്രം ഓടിക്കൊണ്ടിരിപ്പാണ്, മറ്റേ തേര് കെട്ടി നിർത്തിയിരിക്കാം. അപ്പൊ ആ തേര്, കെട്ടി നിർത്തപ്പെട്ടിരിക്കുന്ന തേര് എന്നോടുവോ അന്ന് ഈ ശരീരം നശിക്കും. അതിന് നമുക്ക് ആവശ്യമായത് എന്തെന്ന് കേട്ടില്ല, ശുചി ഇന്ദ്രിയം. ശുചി ഇന്ദ്രിയം, ആ പേരിൽ അവിടെ അമ്പലം ഇരിക്കുന്നു. ശുചി ഇന്ദ്രിയമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ശുദ്ധമാക്കും. അപ്പൊ 3 ഭാഗങ്ങൾ, 3 തേരാണ് കാണുമലയാൻ എന്ന അവസ്ഥയിലിരിക്കുന്നത്. രാവിലെ ബ്രഹ്മാവായിട്ടും സൃഷ്ടിക്കുന്നത്, അതായത് പൂർവ്വകാലം. ഇപ്പൊ വിഷ്ണുവായിട്ടും, ശരിക്കും മധ്യാഹ്നം നമ്മളിപ്പോ നടക്കുന്ന കാലം, ഇനി രുദ്രനായിട്ടും വൈകുന്നേരം. അതെ, അങ്ങനെയാണ് ശുചീന്ദ്രത്ത് അതുണ്ടായത്. അതുകൊണ്ട് അവിടെ വായു ഭഗവാന് പ്രാധാന്യമാണ്. ഹനുമാൻ
ശ്വാസമാണ് ഇതിനെ ചെയ്യുന്നതെന്ന് കാണിക്കാനാ സുശീന്ദ്രത്തിലെ ഹനുമാൻ ഏറ്റവും പ്രധാനം. കാരണം എന്താ, ഹനുമാന് വേറെ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്, ഒരുപാട് പ്രത്യേകതയുണ്ട്. അത് വളർന്നുകൊണ്ടിരിക്കുന്നു. സുശീന്ദ്രത്തിൽ ഒരു തേനുണ്ട്, അതും പറയാം. സുശീന്ദ്രത്തെ തേര് എപ്പോഴാണോ, ഇപ്പോൾ 1998 2000 ആണെന്ന് തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല. ആ സുശീന്ദ്രത്തെ തേര് ഒരു 1.5 അടി 2 അടി അനങ്ങി എന്നാ പറയുന്നത് തന്നെത്താൻ. കൽത്തേര, ആ തേര് ഫിക്സ് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ അത് എപ്പോ മൂവ് ആവോ കടലിലേക്ക് അങ്ങ് പോകും. അന്ന് ലോകം നശിക്കുമെന്നൊരു റെക്കോർഡ് തന്നെ ഇരിപ്പുണ്ട്. അതും എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ വൈകുണ്ഠസ്വാമി എന്ന് പറയുന്ന കന്യാകുമാരി ജില്ലയില് ജീവിച്ചിരുന്ന അയ്യ വൈകുണ്ഠസ്വാമി എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട്. അതിലാണത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നടക്കണമെങ്കിൽ, ആ ശുചീന്ദ്രത്തിന്റെ അവസ്ഥ നമുക്ക് നടക്കണമെങ്കിൽ നമുക്ക് മൂന്ന് കാല പൂജ വേണം. ത്രികാല പൂജ. രാവിലെ നമ്മൾ ശിരസിൽ ധ്യാനിക്കുക, ഉച്ചയ്ക്ക് നമ്മൾ നെഞ്ചിൽ ധ്യാനിക്കുക, രാത്രി നമ്മൾ മൂലാധാരത്തിൽ ധ്യാനിക്കുക. ഇങ്ങനെ 3 ധ്യാനങ്ങളെ ഒരുമിച്ച് ഒരാൾക്ക് ചെയ്യാൻ പറ്റണം. അല്ല, 3 സമയത്തല്ലേ? 3 സമയത്ത് ഒരുമിച്ച് ഒരിക്കൽ ചെയ്യണം. അതിനെയാണ് മാറ്റിപ്പുറപ്പ്.